2026 മെയ് 13 റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന IPL 2026 ഒരു വളരെ പ്രധാനപ്പെട്ട മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് KKR റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ RCB 15 റൺസിന് തോൽപ്പിച്ചു. RCB ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ടോസ് നേടി ആദ്യം ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ തീരുമാനം തുടക്കത്തിൽ അവർക്ക് അനുകൂലമായിരുന്നു എന്ന് തോന്നി. കാരണം ബാംഗ്ലൂരിന്റെ മികച്ച ബൌളിംഗിന് മുന്നിൽ KKRന്റെ ഓപ്പണർമാർക്ക് ഒരു താളം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മധ്യ ഓവറുകളിൽ അങ്ക്രഷ രഘുവംശിയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയും സുനിൽ നരൈന്റെ മികച്ച പ്രകടനവും ചേർന്നൊരു നിർണായക കൂട്ടുകെട്ട് കൊൽക്കത്തയെ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 185 റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന സ്കോറിലേക്ക് എത്തിച്ചു. നരൈന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗും സിംഗിളുകൾ എടുത്ത് സ്കോർ മുന്നോട്ട് കൊണ്ടുപോയതും RCB ബൌളർമാർക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി. ഈ ഓൾറൗണ്ടറുടെ പ്രകടനം ബാറ്റുകൊണ്ടും പിന്നീട് പന്തുകൊണ്ടും വളരെ നിർണായകമായിരുന്നു. 2026 സീസണിൽ KKRന് നരൈൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇതൊരിക്കൽ കൂടി തെളിയിച്ചു. പേസർമാർക്കും സ്പിന്നർമാർക്കും ഒരുപോലെ പിന്തുണ നൽകുന്ന റായ്പൂരിലെ പിച്ച് പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് KKR ബാറ്റ്സ്മാൻമാർക്ക് റൺസ് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ വിജയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കടുത്ത മത്സരം നടക്കുന്ന IPL 2026 പോയിന്റ് പട്ടികയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന KKRന് ഇത് വലിയ സഹായമാകും. എന്നാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഉടൻ തന്നെ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ട ഒന്നാണ് ഇത്. 186 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തുടക്കത്തിലെ അടിപതറുകയും പ്രധാന വിക്കറ്റുകൾ വേഗം നഷ്ടമാവുകയും ചെയ്തു. ദേവ്ദത്ത് പടിക്കലും രജത് പാട്ടീദാറും ചേർന്ന് സൂക്ഷിച്ചു കളിച്ചൊരു കൂട്ടുകെട്ടിലൂടെ ഇന്നിംഗ്സ് ഒന്ന് ഉറപ്പിക്കാൻ നോക്കിയെങ്കിലും ആവശ്യമായ റൺറേറ്റ് പതിയെ കൂടിക്കൊണ്ടിരുന്നു. KKR ബൌളർമാർ, പ്രത്യേകിച്ചും സുനിൽ നരൈൻ, തങ്ങളുടെ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പാക്കിയതോടെ RCBക്ക് മേൽ സമ്മർദ്ദം കൂടി വന്നു. അവർ ബൌണ്ടറികൾ വിട്ടുകൊടുക്കാതെയും നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയും ആധിപത്യം സ്ഥാപിച്ചു. വെറും 22 റൺസ് മാത്രം വഴങ്ങി സുനിൽ നരൈൻ 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ RCBക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു. തുടക്കത്തിൽ പതറിയെങ്കിലും മുന്നിൽ നിന്ന് നയിച്ച വിരാട് കോഹ്ലി 47 പന്തിൽ 68 റൺസെടുത്ത് ഇന്നിംഗ്സിന് നെടുംതുണായി. 5 ബൌണ്ടറികളും 3 സിക്സറുകളും ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഈ തകർപ്പൻ ഇന്നിംഗ്സ്. IPL 2026 അദ്ദേഹത്തിന്റെ മികച്ച ഫോമിന്റെ തെളിവായിരുന്നു ഇത്. ഈ സീസണിലെ റൺവേട്ടക്കാരിൽ മുൻപന്തിയിലേക്ക് എത്താനും കോഹ്ലിക്ക് സാധിച്ചു. എന്നാൽ കോഹ്ലിക്ക് മറുവശത്തുനിന്ന് കാര്യമായ പിന്തുണ ലഭിച്ചില്ല. KKR ബൌളർമാർ കൃത്യമായി പന്തെറിഞ്ഞ് ബാംഗ്ലൂരിനെ സമ്മർദ്ദത്തിലാക്കി. വൈഭവ് അറോറയും കാർത്തിക് ത്യാഗിയും നിർണായക ബ്രേക്കറുകൾ നൽകി. ഇതോടെ ബാംഗ്ലൂരിന് പിന്നീട് ഒട്ടും തിരിച്ചുവരാൻ കഴിഞ്ഞില്ല. KKR ക്യാപ്റ്റന്റെ തന്ത്രപരമായ ഫീൽഡ് വിന്യാസം കൂടി വന്നപ്പോൾ RCB കൂടുതൽ പ്രതിസന്ധിയിലായി. അവസാനം 8 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസിൽ അവരുടെ പോരാട്ടം അവസാനിച്ചു. 15 റൺസിന് അവർക്ക് തോൽക്കേണ്ടി വന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഈ 15 റൺസ് വിജയം അവർക്ക് നിർണായകമായ 2 പോയിന്റുകൾ നേടിക്കൊടുത്തു എന്ന് മാത്രമല്ല അവരുടെ നെറ്റ് റൺറേറ്റ് നല്ല രീതിയിൽ കൂട്ടുകയും ചെയ്തു. ഇത് ചിലപ്പോൾ IPL 2026 ലീഗ് ഘട്ടത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറിയേക്കാം. ഈ കളിയിലൂടെ KKRന് ബാറ്റിംഗിലും ബോളിംഗിലുമുള്ള കരുത്ത് വ്യക്തമായി. പല കളിക്കാരും നിർണായക ഘട്ടങ്ങളിൽ നന്നായി തിളങ്ങി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഈ തോൽവി അവരുടെ ബാറ്റിംഗ് തന്ത്രങ്ങളിൽ ഒരു വലിയ പുനർവിചിന്തനത്തിന് വഴിതെളിക്കും. പ്രത്യേകിച്ച് സമ്മർദ്ദത്തിൽ മധ്യനിര തകർന്നടിഞ്ഞത് അവർ ഗൗരവമായി കാണേണ്ടതുണ്ട്. വിരാട് കോഹ്ലിയുടെ സ്ഥിരതയാർന്ന ഒറ്റയാൾ പോരാട്ടം എപ്പോഴും എടുത്തു പറയേണ്ട ഒന്നാണ്. പക്ഷേ ടീം അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് ഇപ്പോഴും ഒരു വലിയ പ്രശ്നമായി തുടരുകയാണ്. റായ്പൂരിൽ കളി നടന്നപ്പോൾ കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തെളിഞ്ഞ ആകാശം ക്രിക്കറ്റിന് പറ്റിയ ഒരന്തരീക്ഷം ഒരുക്കി. ഇനി വരാൻ പോകുന്ന കളികളിൽ ഈ വിജയം നൽകിയ ആവേശം നിലനിർത്താനായിരിക്കും KKR ശ്രമിക്കുക. എന്നാൽ RCB പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്തണമെങ്കിൽ ടീമിനെ പുനഃസംഘടിപ്പിച്ച് വിജയങ്ങൾ നേടേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള വലിയ സമ്മർദ്ദത്തിലായിരിക്കും അവർ. IPL 2026 പോയിന്റ് പട്ടിക കടുപ്പമായി വരുന്നതോടെ ഓരോ മത്സരഫലത്തിനും വലിയ പ്രാധാന്യമാണ് കൈവരുന്നത്. ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരാട്ടവും ചൂടുപിടിക്കുകയാണ്. വിരാട് കോഹ്ലി അതിൽ ശക്തമായ സ്ഥാനത്തുണ്ട്. റായ്പൂരിലെ ഈ കളി IPLന്റെ പ്രവചനാതീതമായ സ്വഭാവം ഒന്നുകൂടി അടിവരയിട്ടുറപ്പിച്ചു. ഇവിടെ ഓരോ കളിക്കാരന്റെയും വ്യക്തിഗത പ്രകടനങ്ങൾ പലപ്പോഴും ടീമിന്റെ മൊത്തത്തിലുള്ള തന്ത്രങ്ങളുമായി നേർക്കുനേർ വരും. അതാണ് ഈ സീസണിലുടനീളം IPLനെ ഇത്രയധികം ആവേശകരമാക്കുന്നത്.